നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം രാഹുൽ മാങ്കൂട്ടത്തിൽ MLA-ക്കൊപ്പം ഒരു നടി പങ്കെടുത്തത് പലരെയും അസ്വസ്ഥതപ്പെടുത്തുകയാണ്. പല രീതിയിലുള്ള വിമർശനങ്ങളൊക്കെ ആ നടിയുടെ ഭാഗത്ത് നടത്തിയിട്ട് പല രീതിയിലുള്ള വിമർശനങ്ങൾ ആ നടി ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇതാ ഒരു പ്രതികരണം നടി തൻവീർ റാമിന്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുകയാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA-യുടെ സ്മൈൽ ഭവനത്തിന്റെ തറക്കല്ലിടൽ ചടങ്ങിൽ മുഖ്യ അതിഥിയായി എത്തിയതായിരുന്നു നടി തൻവീർ റാം. പാലക്കാട് നിയോജക മണ്ഡലത്തിലെ അർഹരായ കുടുംബങ്ങൾക്ക് വീട് നിർമ്മിച്ചു നൽകുന്ന MLA-യുടെ പദ്ധതിയാണ് കഴിഞ്ഞ ദിവസം അതിനൊരു തുടക്കമായത്. സ്വന്തമായി വീടില്ലാത്തവരുടെ സ്വപ്നം യാഥാർത്ഥ്യമാകുന്ന പദ്ധതിയാണ്. ഈ പദ്ധതിയുടെ ഭാഗമാകാൻ കഴിഞ്ഞതിലും പങ്കെടുക്കാൻ കഴിഞ്ഞതിലും സന്തുഷ്ടയുണ്ട് എന്ന് തൻവീർ റാം പ്രതികരിച്ചു. ഇവിടെ പല പരിപാടികൾക്ക് താൻ വന്നിട്ടുണ്ട്. ഇന്നും അങ്ങനെ ഒരു പരിപാടിക്ക് വന്നതാണ്. രാഹുൽ കുറച്ചുകാലം മുന്നേ തന്നോട് പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ ഒരു സംരംഭം തുടങ്ങുന്ന കാര്യം. പറ്റുമെങ്കിൽ ഈ പരിപാടിയിൽ പങ്കെടുക്കണമെന്ന് പറഞ്ഞിരുന്നു. ഇപ്പോൾ എന്നെ ഇവിടേക്ക് വിളിച്ചതിൽ വലിയ സന്തോഷമുണ്ട്. ഇതുപോലെ ഒരു സംരംഭവുമായി മുന്നോട്ട് വന്ന രാഹുലിന് ഞാൻ നന്ദി പറയുന്നുവെന്നും തൻവീർ റാം പ്രതികരിച്ചു. പാലക്കാട് മണ്ഡലത്തിലെ ഒട്ടേറെ കുടുംബങ്ങളുടെ ചിരകാല അഭിലാഷമാണ് സ്മൈൽ ഭവനം പദ്ധതിയിലൂടെ യാഥാർത്ഥ്യമാകുന്നതെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ MLA പറഞ്ഞു. വോട്ട് ചോദിക്കാൻ പോയപ്പോൾ ടാർപോളിൻ ഷീറ്റ് മറച്ച വീടുകളിൽ കിടക്കുന്ന മനുഷ്യരെ കണ്ടതാണ് ഈ പദ്ധതിക്ക് പ്രചോദനമായതെന്നും MLA പ്രതികരിച്ചു. തിരഞ്ഞെടുപ്പ് സമയത്ത് നൽകിയ വാഗ്ദാനം പാലിക്കുന്നതിന്റെ സന്തോഷവും രാഹുൽ മാങ്കൂട്ടത്തിൽ MLA പങ്കുവയ്ക്കുകയുണ്ടായി. MLA-യുടെ സ്വപ്ന പദ്ധതിയായ സ്മൈൽ ഭവനത്തിന്റെ തറക്കല്ലിടൽ ചടങ്ങിൽ നടി തൻവീർ റാം രാഹുൽ മാങ്കൂട്ടത്തിനോടൊപ്പം പങ്കെടുത്തതിനു പിന്നാലെ തൻവിക്ക് നേരെ വലിയ രീതിയിലുള്ള സൈബർ ആക്രമണമൊക്കെ ഉണ്ടാകുന്നുണ്ട്. എന്തായാലും അസ്വസ്ഥതകൾ, അതായത് എതിരെയുള്ള ചില അഭിപ്രായങ്ങളൊക്കെ വരുന്നുണ്ട്. പാലക്കാട് പല പരിപാടികൾക്കും താൻ വന്നിട്ടുണ്ടെന്നും ഇന്നും അത്തരത്തിലൊരു പരിപാടിക്കാണ് വന്നതെന്നും നടി വ്യക്തമാക്കി. ഇങ്ങനെയൊരു സംരംഭം തുടങ്ങുന്ന കാര്യം രാഹുൽ കുറച്ചു കാലം മുമ്പ് തന്നോട് പറഞ്ഞിരുന്നു. തന്നെ ഇവിടേക്ക് വിളിച്ചതിലേറെ സന്തോഷം. വീട് ഇന്നിവിടെ യാഥാർത്ഥ്യമാവുകയാണ്. ഇങ്ങനെയൊരു സംരംഭവുമായി മുന്നോട്ട് വന്ന രാഹുലിന് നന്ദി എന്നായിരുന്നു തൻവി മറ്റൊരു മാധ്യമത്തോട് പ്രതികരിച്ചത്. വോട്ട് തേടിപ്പോയ സമയത്ത് ടാർപോളിൻ ഷീറ്റ് മറിച്ച വീടുകളിൽ ആളുകൾ കിടക്കുന്നത് കണ്ടതാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇത്തരമൊരു പദ്ധതിയിലേക്ക് നയിക്കപ്പെട്ടത്. സ്മൈൽ ഭവന പദ്ധതിയുടെ ആദ്യത്തെ വീട് ഉദ്ഘാടനം ചെയ്യാൻ ആസിഫ് അലിയായിരുന്നു വന്നത്. അതിനുശേഷം സൈജു കുറുപ്പ് മുഖ്യാതിഥിയായി എത്തി. ഇപ്പോൾ തൻവീർ റാമാണ് ചടങ്ങിൽ പങ്കെടുത്തത്. എന്തായാലും MLA ആയാൽ എന്ത് ചെയ്യുമെന്നായിരുന്നു തിരഞ്ഞെടുപ്പ് സമയത്ത് ആളുകൾ ചോദിച്ചത്. വീടില്ലാത്തവർക്ക് വീട് വെച്ച് കൊടുക്കണമെന്നാണ് താൻ അന്ന് പറഞ്ഞതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. എന്തായാലും വാഗ്ദാനങ്ങളൊക്കെ നൽകിയത് പാലിച്ചുകൊണ്ടിരിക്കുക അല്ലെങ്കിൽ നിറവേറ്റിക്കൊണ്ടിരിക്കുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ MLA. തീർച്ചയായിട്ടും അതിനു വേണ്ടിയിട്ടാണ് കഴിഞ്ഞ ദിവസത്തെ ആ ചടങ്ങുകളൊക്കെ നടന്നത്. അതേസമയം കഴിഞ്ഞ ദിവസം മറ്റൊരു പ്രതികരണം MLA രാഹുൽ മാങ്കൂട്ടത്തിൽ നടത്തുകയുണ്ടായി. പാനൂരിൽ ബോംബ് നിർമ്മാണത്തിനിടെ ഉണ്ടായ സ്ഫോടനത്തിൽ മരിച്ച ഷെറിലിനെ രക്തസാക്ഷിയാക്കിയ സംഭവവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം നടത്തിയ ഒരു പ്രതികരണമുണ്ട്. അതായത് DYFI ഷെറിലിനെ ആക്കിയിരിക്കുകയാണ്. ഈ പ്രമേയത്തിനെതിരെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ കഴിഞ്ഞ ദിവസം നിർണായകമായ ഒരു പ്രതികരണം നടത്തിയത്. ബോംബ് നിർമ്മിച്ചത് ഇന്ത്യൻ സേനയ്ക്ക് വേണ്ടിയല്ല, CPM എന്ന കൊലയാളി പാർട്ടിക്ക് വേണ്ടിയാണ്. ബോംബ് നിർമ്മിക്കുന്നുണ്ടെന്ന് അവർ തന്നെ സമ്മതിക്കുന്നുണ്ട്. ശൈലജയൊക്കെ പച്ചയ്ക്ക് കള്ളം പറയുന്ന ആളാണെന്ന് കേരളത്തിന് ബോധ്യമാകുന്ന മറ്റൊരു ഉദാഹരണമാണ് ഇതെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞു. കഴിഞ്ഞ ദിവസം നടന്ന കുന്നോത്തുപറമ്പ് മേഖലാ സമ്മേളനത്തിലാണ് മുളിയാത്തോട് സ്വദേശി ഷെറിലിനെ രക്തസാക്ഷിയാക്കി അനുശോചനം രേഖപ്പെടുത്തിയത്. 2024 ഏപ്രിൽ 5-നായിരുന്നു പാനൂർ മുളിയത്തോട് വെച്ച് ബോംബ് പൊട്ടി ഷെറിൽ കൊല്ലപ്പെട്ടത്. ഒരു വർഷത്തിനിപ്പുറമാണ് ഷെറിലിനെ രക്തസാക്ഷിയായി DYFI അംഗീകരിക്കുന്നത്. ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ ഫേസ്ബുക്കിൽ കുറിച്ചത് ഇപ്രകാരമാണ്. ബോംബ് നിർമ്മാണത്തിനിടയിൽ കൊല്ലപ്പെട്ട ആളിനെ പറ്റിയാണ് DYFI രക്തസാക്ഷിയാണ് എന്ന് പറഞ്ഞത്. ഇയാൾ എന്തായാലും ബോംബ് നിർമ്മിച്ചത് ഇന്ത്യൻ സേനയ്ക്ക് വേണ്ടിയല്ല, CPM എന്ന കൊലയാളി പാർട്ടിക്ക് വേണ്ടിയാണ്. അപ്പോൾ CPM ബോംബ് നിർമ്മിക്കുന്നുണ്ടെന്ന് അവർ തന്നെ സമ്മതിക്കുന്നു. ആ ബോംബ് എന്തായാലും അവലോസ് ഉണ്ടയ്ക്ക് പകരം ചായയുടെ കൂടെ കഴിക്കാനുള്ളതല്ലല്ലോ, മനുഷ്യരെ കൊല്ലാനുള്ളതല്ലേ. ഇതുകൊണ്ടാണ് കേരളത്തിലെ ഏറ്റവും വലിയ തീവ്രവാദി സംഘം CPM ആണെന്ന് പറയുന്നത്. ഇനി ഈ കൊല്ലപ്പെട്ട ഷെറിൻ ശ്രീമതി KK ശൈലജയ്ക്കൊപ്പമുള്ള ഫോട്ടോ പുറത്തു വന്നപ്പോൾ ശ്രീമതി KK ശൈലജ പറഞ്ഞത് ഫോട്ടോ എടുത്താൽ പാർട്ടിക്കാരനാകുമോ എന്നാണ്. അപ്പോൾ ശ്രീമതി ശൈലജയുടെ യുക്തി വെച്ച് മരണം വരെ പാർട്ടിക്കാരനല്ലാത്ത ഒരാൾ ഇപ്പോൾ പാർട്ടി രക്തസാക്ഷിയാകണമെങ്കിൽ മരണശേഷമാണോ അയാൾക്ക് മെമ്പർഷിപ്പ് കൊടുത്തത്? ഈ ശ്രീമതി ശൈലജയൊക്കെ പച്ചയ്ക്ക് കള്ളം പറയുന്ന ആളാണെന്ന് കേരളത്തിന് ബോധ്യമാകുന്ന മറ്റൊരു ഉദാഹരണമാണ് ഇതെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ കഴിഞ്ഞ ദിവസം ആഞ്ഞടിച്ചിരുന്നു. എന്തായാലും MLA എന്ന രീതിയിലുള്ള തന്റെ പ്രവർത്തനങ്ങൾ തുടരുന്നു. പ്രതികരിക്കേണ്ട വിഷയങ്ങളിലൊക്കെ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA പ്രതികരിക്കുന്നു, പൊതുയോഗങ്ങളിൽ പങ്കെടുക്കുന്നു. വെല്ലുവിളികളെയൊക്കെ അതിജീവിച്ച് കഴിഞ്ഞ ദിവസമൊക്കെ രാഷ്ട്രീയ പൊതുപരിപാടികളിലൊക്കെ പങ്കെടുക്കുന്ന സാഹചര്യം ഉണ്ടായി. യൂത്ത് ലീഗിന്റെ വേദിയിൽ, അതായത് ഈ വിവാദങ്ങൾക്ക് ശേഷം ആദ്യമായിട്ടായിരുന്നു രാഷ്ട്രീയ പൊതുപരിപാടിയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ പങ്കെടുത്തത്. പാലക്കാട് കല്ലടിക്കോട് നടന്ന യൂത്ത് ലീഗ് പൊതുസമ്മേളനത്തിലായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ പങ്കെടുത്തത്. ലൈംഗികാരോപണ വിവാദങ്ങൾക്ക് ശേഷം ആദ്യമായിട്ട് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പൊതുയോഗത്തിൽ പങ്കെടുത്തു എന്ന ഒരു
സവിശേഷത കൂടി ഉണ്ടായിരുന്നു. മാത്രമല്ല, തിരുവനന്തപുരത്ത് ആശാ വർക്കർമാരുടെ രാപ്പകൽ സമരം അവസാനിപ്പിച്ചുകൊണ്ടുള്ള പൊതുപരിപാടിയിൽ രാഹുൽ പങ്കെടുത്തിരുന്നു. ഇതിന് പിന്നാലെയാണ് യൂത്ത് ലീഗിന്റെ പരിപാടിയിലും എത്തിയത്. LDF സർക്കാരിനെ വിമർശിച്ചുകൊണ്ടായിരുന്നു രാഹുലിന്റെ യൂത്ത് ലീഗ് വേദിയിലെ പ്രസംഗം. 9.5 വർഷക്കാലത്തെ അവഗണന ഓർത്തുവെച്ച് 2026 പലിശ സഹിതം ഈ നാട് മറുപടി നൽകുമെന്ന് പിണറായി വിജയനോ വിജയന്റെ സേനയിൽപ്പെട്ട ആരാധകനോ ഒരു സംശയവും വേണ്ട എന്നായിരുന്നു രാഹുൽ മങ്കൂട്ടത്തലിന്റെ പ്രസംഗം. 9.5 വർഷമാകുമ്പോഴാണ് ഈ നാട്ടിലെ സാധാരണക്കാരന്റെ പെൻഷൻ വർദ്ധിപ്പിക്കുന്നതിനെ കുറിച്ച് ഈ സർക്കാർ ആലോചിക്കുക പോലും ചെയ്യുന്നതെന്നും രാഹുൽ മങ്കൂട്ടത്തിൽ ആരോപിച്ചു. മാത്രമല്ല, പാലക്കാട് ജില്ലാ പട്ടയമേളയിൽ മന്ത്രി കൃഷ്ണൻകുട്ടിക്കും ശാന്തകുമാരി MLAയ്ക്കൊപ്പം രാഹുൽ മങ്കൂട്ടത്തിലും പങ്കെടുത്തിരുന്നു. രാഹുൽ മങ്കൂട്ടത്തിനൊപ്പം പാലക്കാട് BJP നഗരസഭ അധ്യക്ഷ പ്രമീള ശശിധരൻ വേദി പങ്കിട്ടതും വലിയ രീതിയിലുള്ള വിവാദമായതാണ്. പിന്നാലെയാണ് മന്ത്രിയും രാഹുൽ മങ്കൂട്ടത്തിനൊപ്പം പങ്കെടുത്തത്. മാത്രമല്ല, ആശാ വർക്കർമാരുടെ സമരത്തിന് പങ്കെടുക്കാൻ രാഹുൽ മങ്കൂട്ടത്തിലെത്തിയപ്പോൾ അവിടെ നാടകീയമായ സംഭവ വികാസങ്ങളൊക്കെ അരങ്ങേറിയ കാഴ്ചയെ നമ്മൾ കണ്ടതാണ്. കൈകൊടുത്തും കെട്ടിപ്പിടിച്ചുമൊക്കെയാണ് ആശാപ്രവർത്തകർ രാഹുലിനെ വരവേറ്റത്. നിയമസഭയുടെ പ്രത്യേക സമ്മേളനത്തിൽ പങ്കെടുത്ത ശേഷമായിരുന്നു രാഹുൽ ആശമാരുടെ സമരവേദിയിലെത്തിയത്. സമ്മേളനം തുടങ്ങുമ്പോഴും രാഹുൽ സമരവേദിയിൽ ഉണ്ടായിരുന്നു. അതിനിടെ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്ന പ്രതിപക്ഷ നേതാവ് VD സതീശൻ എത്താൻ വൈകുന്നത് രാഹുൽ അവിടെ ഉള്ളതുകൊണ്ടാണ് എന്ന തരത്തിലുള്ള ഒരു വ്യാഖ്യാനങ്ങളൊക്കെ ഉയർന്ന സാഹചര്യമുണ്ടായി. തുടർന്ന് രാഹുൽ അവിടെ നിന്ന് പോയതിന് തൊട്ടു പിന്നാലെ പ്രതിപക്ഷ നേതാവ് എത്തുകയും ചെയ്തു. 12 മണിയുടെ ട്രെയിനിൽ എറണാകുളത്തേക്ക് പോകേണ്ടതിനാൽ പ്രതിപക്ഷ നേതാവ് പ്രസംഗം ചുരുക്കി പെട്ടെന്ന് മടങ്ങി. ഇതിനുശേഷം രമേശ് ചെന്നിത്തല സമരവേദിയിൽ എത്തിയതിന് പിന്നാലെ രാഹുൽ വീണ്ടും അവിടെ എത്തുകയായിരുന്നു. എന്തായാലും പ്രതിപക്ഷവുമായി ബന്ധപ്പെടുത്തി വാർത്ത പ്രചരിപ്പിച്ചത് കുത്തിത്തിരിപ്പിന് വേണ്ടിയാണെന്ന് രാഹുൽ പറഞ്ഞു. അതായത് രാഹുൽ മങ്കൂട്ടത്തിൽ ആ വേദിയിൽ ഉള്ളതുകൊണ്ടാണ് പ്രതിപക്ഷ നേതാവ് വരാതിരുന്നത്. രാഹുൽ മാറിയപ്പോൾ വരികയും മാത്രമല്ല, പ്രതിപക്ഷ നേതാവ് പോയതിനു ശേഷം രമേശ് ചെന്നിത്തലയ്ക്കൊപ്പം വീണ്ടും രാഹുൽ മങ്കൂട്ടത്തിൽ തിരിച്ച് വേദിയിൽ എത്തുകയും ചെയ്തു. ഇതെല്ലാം അത്തരത്തിൽ വലിയൊരു വ്യാഖ്യാനം നൽകുകയുണ്ടായി. പക്ഷെ അത് കുത്തിത്തിരിപ്പാണ് എന്നായിരുന്നു രാഹുലിന്റെ പ്രതികരണം. അമ്മമാർ ക്ഷണിച്ചത് കൊണ്ടാണ് താൻ സമരപ്പന്തലിൽ എത്തിയതെന്നും അമ്മമാർ മക്കളെ ഇറക്കി വിടില്ലെന്നും രാഹുൽ പ്രതികരിച്ചു. ആശമാരുടെ സമരത്തെ രാഹുൽ മങ്കൂട്ടത്തിൽ പ്രകീർത്തിച്ചു. അമ്മമാർ തോൽക്കില്ല, അതിനാൽ ആശമാരും തോൽക്കില്ല. അമ്മമാരെ തെരുവിലിരുത്തിയവർ നന്നാകില്ലെന്നും രാഹുൽ കുറിച്ചു. നേരത്തെ ആശാപ്രവർത്തകരുടെ സമരവേദിയിൽ അഭിവാദ്യങ്ങൾ അർപ്പിച്ച് രാഹുൽ മങ്കൂട്ടത്തിൽ എത്തിയതും വളരെയധികം ശ്രദ്ധേയമായി മാറിയിരുന്നു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.